റഹ്മത്ത് നൽകണം അല്ലാ. അവരെയും ഞങ്ങളെയും നാളെ നിന്റെ ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂട്ടണം. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഹയാത്തിലുള്ള ഉപ്പ ഉമ്മ ഉസ്താദുമാർ അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണം. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഉമ്മാമ അല്ലാ നീ അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണം. അല്ലാഹു അവരുടെ അസുഖങ്ങളൊക്കെ നീ ശിഫയാക്കി കൊടുക്കണം അല്ലാ. അതുപോലെ തന്നെ ഈ നിൽക്കുന്ന അല്ലാ എത്ര പ്രായം ചെന്ന ഉപ്പമാരാണ് ഉമ്മമാരാണ്. നിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കയറിയ മലയാണല്ലോ. അതുപോലെ തന്നെ അവിടുത്തെ പത്നിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഭക്ഷണം നൽകുന്നതിന് വേണ്ടി ദിവസവും പലതവണ കയറിയ മലയാണല്ലോ. അതൊക്കെ പ്രതീക്ഷിച്ച് അവരുടെ പൊരുത്തവും മദതും ലഭിക്കാനാണ് ഈ നിൽക്കുന്നവരൊക്കെ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ കയറിയിട്ടുള്ളത്. അള്ളാഹു അവരുടെയൊക്കെ മദത് നീ ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. പൊരുത്തം നീ നൽകണം അല്ലാഹ്. ഞങ്ങളൊന്നും ഇവിടെ നിൽക്കാൻ അർഹരല്ലെങ്കിലും അവരുടെയൊക്കെ മദത് കൊണ്ട് നീ ഞങ്ങളെ നന്നാക്കണം അല്ലാഹ്. ഞങ്ങളുടെ ഖൽബിനെ ശുദ്ധിയാക്കണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് നല്ല ഖുശൂഉൽ ഖൽബ് നൽകണം അല്ലാഹ്. ഇഖ്ലാസ് നൽകണം അല്ലാഹ്. ഞങ്ങളൊക്കെ നിസ്കരിക്കുന്നുണ്ട്, പക്ഷേ നിസ്കാരത്തിൽ ഞങ്ങളുടെ ചിന്തകൾ വേറെ എവിടെയൊക്കെയാണ് അല്ലാഹ്. നീ ഞങ്ങൾക്ക് ഖുശൂഉ നൽകണം അല്ലാഹ്. നിന്നെ പേടിച്ച് നിസ്കരിക്കാനുള്ള ആ ഒരു ഭയഭക്തി നീ ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ ഉംറകളൊക്കെ ചെയ്തു നീ ഖബൂലാക്കണം അല്ലാഹ്. ഇനിയും ധാരാളം ഉംറകൾ ചെയ്യാൻ നീ തൗഫീഖ് നൽകണം അല്ലാഹ്. ഞങ്ങൾ ഖുർആൻ ഓതുന്നു, സുന്നത്തിന്റെ തവാഫ്